ഹായ് ഹലോ. നാളെ എനിക്കൊരു ബ്രൈഡൽ വർക്ക് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ചെറിയ അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല. ബ്രൈഡൽ വർക്ക്സിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഐറ്റംസ് മാത്രമാണ് കേട്ടുള്ളത്. ഫസ്റ്റ് വൺ ഹുദ ബ്യൂട്ടിയുടെ ന്യൂഡ് മീഡിയം എന്നുള്ള ഒരു ഐ ഷാഡോ പാലറ്റ് ആണ് കേട്ടോ. ഞാൻ ഒരുപാട് തവണയായിട്ട് വാങ്ങണം എന്ന് വിചാരിക്കും. ഷോപ്പിൽ പോകുമ്പോഴൊന്നും സാധനം കിട്ടാറില്ല. എപ്പോഴും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കും. അപ്പോൾ കണ്ടപ്പോൾ തന്നെ ഞാൻ കൈയോടെ വാങ്ങിട്ടോ. ഓൺലൈനിലൊക്കെ ഇത് അവൈലബിൾ ആണ്. പക്ഷേ എനിക്ക് ഐ ഷാഡോ പാലറ്റൊക്കെ ഓൺലൈൻ വാങ്ങുന്നത് കുറച്ച് ടെൻഷനുള്ള കാര്യമാണ് കേട്ടോ. ഞാൻ ഇതുപോലെ വാങ്ങിയിട്ട് എനിക്കതിൻ്റെ ഷിമ്മേഴ്സൊക്കെ ഇളകിയൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ പിന്നെ റിസ്ക് എടുത്തില്ല. ഇത് എംബ്രോയിഡറീസിന്റെ മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ആക്ച്വലി ഇത് എനിക്കില്ലാതെ മേക്കപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എന്നെ എത്തിച്ചിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഇത്. അത്രയും സൂപ്പർബ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. പിന്നെ വർഷങ്ങളായിട്ട് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ലാക്മേയുടെ ഒരു ലിപ്സ്റ്റിക് ആണ്. ഞാൻ ആക്ച്വലി ഇത് യൂസ് ചെയ്തിട്ട് പോലും ഇല്ല. ഒരു ചേച്ചിയുടെ ലിപ്സ്റ്റിക് കളക്ഷൻ്റെ വീഡിയോ കാണിച്ചപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഫേവറേറ്റ് ആയിട്ട് തോന്നിയ ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത്. അത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വർഷങ്ങളായിട്ട് സൂക്ഷിച്ച് വെച്ചേക്കുമായിരുന്നു. ആക്ച്വലി എവിടെ പോയാലും കിട്ടില്ലായിരുന്നു. ഇപ്പോൾ 2-3 വർഷങ്ങളായിട്ടുണ്ടാവും ഈ ഷെയ്ഡ് ഞാൻ തപ്പി നടക്കുന്നത്. ഫൈനലി അത് ഞാൻ അങ്ങനെ വാങ്ങി. ഇത് കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. എൻ്റെ സ്കിൻ ടോണിന് നന്നായിട്ട് സ്യൂട്ടായി പോകുന്നുണ്ടായിരുന്നു. ഒരു 3-4 ലിപ്സ്റ്റിക്ക് വാങ്ങിയാലോ എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഓർത്തു നമ്മളൊന്ന് യൂസ് ചെയ്തിട്ട് ലോങ് ലാസ്റ്റിംഗ് ആണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വാങ്ങാം എന്ന് വിചാരിച്ചു. ഇത്ര നാൾ കാത്തിരുന്നത് വെറുതെ ആയില്ല എന്ന് എനിക്ക് വീട്ടിലെത്തിയപ്പോൾ തോന്നിട്ടോ. ഞാൻ അവിടെ നിന്ന് ഇവിടം വരെ അടിച്ചിട്ട് വന്നതിൽ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് നന്നായിട്ട് ലാസ്റ്റിംഗ് ചെയ്തു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു ഷെയ്ഡ്. 600-ന് താഴെയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഓൾ സ്കിൻ ടൈപ്പിന് സ്യൂട്ടായി പോകുന്ന ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ് തന്നെയാണ് കേട്ടോ ഇത്. ഇപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. ലാക്മേയുടെ റോസ് വുഡ് എന്നുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. എല്ലാ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ കയ്യിൽ വേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഡിസ്പോസിബിൾ ലിപ്സ്റ്റിക് ബ്രഷ്. ഇത് ആക്ച്വലി ഞാനിപ്പോൾ വാങ്ങിയിട്ട് വന്നതല്ല, ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ ഇതെന്തായാലും കാണിച്ചേക്കാം എന്ന് വിചാരിച്ചു. ഇത് ഞാൻ ഉർവശിയിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് ഐറ്റംസ് ആണ് കേട്ടോ. ബ്രൈഡിന് ഒരു എക്സ്റ്റൻഷൻ വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആക്ച്വലി ഞാൻ പോയത്. പക്ഷെ അവിടെ പോയപ്പോൾ പുതിയ ഹെയർ ആക്സറീസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അത് വാങ്ങി. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നു ഇതുപോലത്തെ, അത് കംപ്ലൈൻ്റ് ആയിപ്പോയി. സോ ഞാൻ പുതിയതങ്ങ് വാങ്ങി. അപ്പോൾ ഞാൻ വാങ്ങാൻ പോയ ഐറ്റം ഇതായിരുന്നു കേട്ടോ. നല്ല തിക്കായിട്ട് വരുന്ന ഒരു ഹെയർ എക്സ്റ്റൻഷനാണ് കേട്ടോ. ഇത് ഞാൻ ഓൾറെഡി ഒരെണ്ണം വാങ്ങി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ ഒരു നെറ്റിലാണ് കേട്ടോ വരുന്നത്. അതിൻ്റെ കേൾസൊക്കെ നന്നായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നെറ്റിൽ വരുന്നത്. നമ്മൾ ആ നെറ്റിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ ഇങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെയർ കിട്ടും കേട്ടോ. ഞാൻ എപ്പോഴും ഇങ്ങനെ ഡിസ്പ്ലേക്ക് വെച്ച് എടുക്കാറില്ല, അതിങ്ങനെ തൂങ്ങിപ്പോയിട്ടുണ്ടാവും അതിൻ്റെ കേൾസൊക്കെ. അപ്പം ഞാൻ ഫ്രഷ് ആയിട്ടുള്ളത് മാത്രം കേട്ടോ എപ്പോഴും എടുപ്പിക്കാറുള്ളൂ. ഇത്രയും നല്ല തിക്കായിട്ട് വരുന്ന ഒരു ഹെയർ എക്സ്റ്റൻഷനാണേ. അപ്പം ഇതിൻ്റെ നമ്പർ ഞാൻ പറയാം കേട്ടോ. ഇത് നമ്മൾ അതുപോലെ തന്നെ തിരിച്ചെടുത്ത് വെക്കണം കേട്ടോ. ഇതിനു മുന്നേ ഞാൻ ഈ ഒരു എക്സ്റ്റൻഷൻ വാങ്ങിയിട്ടുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ നമ്പർ നോട്ട് ചെയ്ത് വെച്ചിട്ട് വീണ്ടും വീണ്ടും ഇത് തന്നെയാണ് കേട്ടോ വാങ്ങി യൂസ് ചെയ്യുന്നത്. ഒരു മീഡിയം ടു ലോങ് ഹെയർ ഒക്കെ നമുക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്കതനുസരിച്ച് ഇത് അറേഞ്ച് ചെയ്ത് നമുക്ക് ആ ലെങ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഇതിൻ്റെ നമ്പർ വരുന്നത് ഇതാണ് കേട്ടോ. ഇത് നോട്ട് ചെയ്ത് വെച്ചോളൂ, വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിയാൽ മതി. നെക്സ്റ്റ് ഐറ്റം ഈ ഒരു ചുട്ടിയാണ് കേട്ടോ. ചുട്ടി വാങ്ങാൻ ആക്ച്വലി എനിക്കൊരു പ്ലാനും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് അവിടം വരെ ഒന്ന് പോയി നോക്കിയപ്പോൾ കുറേ പുതിയ മോഡൽസ് ഉണ്ടായിരുന്നു. അതിലെനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു മോഡലാണ്. ഇപ്പോൾ ഒരുപാട് ട്രെൻഡായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത്രയും സിമ്പിളായിട്ട് വരുന്ന ചുട്ടീസ്. അപ്പോൾ എൻ്റെ ബ്രൈഡ്സ് അങ്ങേയറ്റം സിമ്പിളിൻ്റെ ആൾക്കാരാണ്, അതുകൊണ്ട് ഞാനങ്ങ് വാങ്ങി. പിന്നെ ഞാൻ ഹണി എൻ്റർപ്രൈസസ് നിന്ന് വാങ്ങിച്ച കുറച്ച് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇതിൽ നിന്ന് ഞാൻ ക്യാഷ്വലായിട്ട് വാങ്ങിച്ച ലെൻസ്. ഇത് ആക്ച്വലി ഞാൻ ഇതുവരെ യൂസ് ചെയ്യാത്തൊരു ഷെയ്ഡാണ്. അപ്പോൾ ഞാനൊരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ ഈ ഒരു ഷെയ്ഡ്. സ്പൈസി ഗ്രേ വെച്ച് നോക്കിയിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. പിന്നെ ഗ്രേ കളറിൽ ഒരു ലെൻസാണ് കേട്ടോ. ഇത് ഞാൻ എപ്പോഴും വെക്കുന്ന ഷെയ്ഡ് തന്നെയാണ്. യൂഷ്വലി ഞാൻ എല്ലാ ബ്രൈഡ്സിനും കൊടുക്കുന്ന നോട്ടി ബ്രൗൺ എന്നുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. ഇപ്പം ആ ലെൻസ് എവിടെയും കിട്ടാനില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ഗ്രേയും സ്പൈസി ഗ്രേ ഒക്കെ എടുത്തത് കേട്ടോ. പിന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് യൂറോ പാരീസിൻ്റെ 54 എന്ന് പറഞ്ഞ ലാഷാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഐറ്റം ഗ്ലൂ ഡ്രോപ്സ്. ഇതെനിക്ക് മസ്റ്റായിട്ട് വേണ്ട ഒരു ഐറ്റമായി മാറിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സാരി ഡ്രാപ്പിംഗ് ഒക്കെ ചെയ്യാൻ നേരത്ത് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ ഈ ഒരു ഐറ്റം. പിന്നെ ഇത് വെറ്റ് വൈബ്സ് ആണ്. എൻ്റെ ബാഗിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. ഞാൻ എപ്പോഴും വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ സേഫ്റ്റി പിന്ന്. ദെൻ ഞാൻ യൂപിൻസ് ആണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്, ഒരു മീഡിയം സൈസിൽ വരുന്നത്. അപ്പം ഞാൻ വാങ്ങിയ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.